ഇലക്ഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇലക്ഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു തുക വരും. പക്ഷെ തൃശ്ശൂരിൽ സംഘടനാ സെക്രട്ടറി KP സുരേഷ്, മുരളി കൊളങ്ങാട്ട്, അദ്ദേഹത്തിന്റെ ഡ്രൈവർ രാജേഷ്, ഇവർ 3 പേരുമാണ് ഈ ഇലക്ഷൻ പൈസ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ പൈസ ട്രഷററോ അല്ലെങ്കിൽ ഓഫീസ് സെക്രട്ടറി അല്ല, ഇവര് 3 പേരുമാണ്, സംഘടനാ സെക്രട്ടറി അതുപോലെ മുരളി കൊളങ്ങാട്ട്, ഇവർ 3 പേരുമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ കൈകാര്യം ചെയ്തിരിക്കുന്ന പൈസ ഇലക്ഷൻ വന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അവർ കൈകാര്യം ചെയ്യുന്നത്. പിന്നീട് അത് എനിക്ക് സംശയമായിട്ട് തോന്നിയത് എപ്പോഴാണെന്നുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ, ഗാന്ധിനഗറിലുള്ള ഒരു വീട്ടിൽ കേന്ദ്രീകരിച്ച് ആ വീട്ടിൽ പൈസ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 1 കോടി എടുത്തു കൊണ്ടുവന്ന് തമിഴ്നാട്ടിലേക്ക് കൊടുത്തയച്ചത് ഞാനും കൂടി ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ സംഘടനാ സെക്രട്ടറിയുടെ അഭാവത്തിൽ അദ്ദേഹം ഫോൺ ചെയ്ത് പറഞ്ഞതിന്റെ പേരിൽ ഞാനും മുരളി കൊളങ്ങാട്ടും കൂടി പോയിട്ടാണ് ആ പൈസ 1 കോടി എടുത്തു വന്നിട്ട് തമിഴ്നാട്ടിൽ ഒരു TN രജിസ്ട്രേഷൻ വണ്ടിയിൽ കയറ്റി വിട്ടത്. പക്ഷെ പിന്നീട് അവിടുന്ന് 2 ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് അവിടുന്ന് ബാക്കിയുള്ള 17 ചാക്ക് നമ്മുടെ ഓഫീസിലോട്ട് വരുന്നതും ആ ചാക്കുകൾ സംഘടനാ സെക്രട്ടറിയുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് ഈ ഇലക്ഷൻ റിസൾട്ടിന്റെ തലേ ദിവസം രാവിലെയോട് കൂടിയിട്ട് ഈ പൈസ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായിരിക്കുന്നത്. എത്ര രൂപ അങ്ങനെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വന്നു? ഏകദേശം ഒരു 20-25 കോടി രൂപ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ചാക്കുകളുടെ എണ്ണം വെച്ച് അതിലുള്ള പൈസയുടെ ഒരു ഏകദേശ രൂപരേഖ ആണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടൊക്കെ പോയി, ആരെങ്കിലും അത് നമുക്ക് വെളിപ്പെടുത്താം. പിന്നീട് അത് എവിടേക്ക് പോയെന്നുള്ളതല്ല, അതിന്റെ വണ്ടി നമ്പർ നമ്മുടെ കയ്യിലുണ്ട്, അത് നമുക്ക് പിന്നീട് വെളിപ്പെടുത്താം.